ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 66-ാമത്തെ ദശകം നോക്കാം. ഗോപീജന ആഹ്ലാദനം. ഒന്നാമത്തെ ശ്ലോകം. ഉഭയാദാനാം സുദൃശാം കുസുമായുധബാണപാദവിവശാനാം അഭിവാഞ്ചിതം വിധാതും കൃതമതിരപിതാ ജഗാത വാമമിവ. പദമുറിച്ച് പറയാം. ഉഭയാദാനാം സുദൃശാം കുസുമായുധബാണപാദവിവശാനാം അഭിവാഞ്ചിതം വിധാതും കൃതമതിഹി അഭി കൃതമതിരഭി താ ജഗാധ വാമമിവ. കുസുമ ആയുധ ബാണപാദ വിവശാനം. കാമബാണമേറ്റ് വിവശാനം പരവശരായിട്ട്. ഉഭയാദാനാം സുദൃശാം ഉഭയാദാനാം തൻ്റെ അരികിലേക്ക് വന്നു ചേർന്ന സുദൃശാം സുന്ദരിമാരായ സുന്ദരിമാരുടെ എന്ന് പറയുമ്പോൾ സുന്ദരിമാരായ ഗോപികമാരുടെ അഭിവാഞ്ചിതം വിധാതും ആഗ്രഹം സാധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടും നിശ്ചയിച്ചിട്ടും കൃതമതിഹി അഭി നിശ്ചയിക്കുന്നവനായിട്ടും ത്വം താഹ വാമം ഇവ ജഗാധ ഭഗവാനെ ത്വം അവിടുന്ന് താഹ അവരോട് വാമം ഇവ എടുത്തടിച്ചതുപോലെ ജഗാധ അരുളി ചെയ്തു. ഭഗവാന്റെ അതിമധുരമായ ആ വേണുഗാനം കേട്ട് പരവശരായിട്ട് ഓടിയെത്തിയ ഗോപികമാരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന് തന്നെ നിശ്ചയിച്ചിട്ട് അവരോട് എടുത്തടിച്ചതുപോലെ അവരെ ഒന്ന് നിരാശപ്പെടുത്താൻ എന്നതുപോലെ ഇങ്ങനെ പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അടുത്ത ശ്ലോകത്തിൽ. ഗഗനഗതം മുനിനിവഹം ശ്രാവയിതും ജഗിത കുലവധൂധർമ്മം ധർമ്മ്യം ഖലു തേ വചനം കർമ്മ തു നോ നിർമ്മലസ്യ വിശ്വാസ്യം. പദമുറിച്ച് പറയാം. ഗഗനഗതം മുനിനിവഹം ശ്രാവയിതും ജഗിത കുലവധൂധർമ്മം ധർമ്മ്യം ഖലു തേ വചനം കർമ്മ തു നോ ന കർമ്മം തു ന നിർമ്മലസ്യ വിശ്വാസ്യം. ഗഗനഗതം മുനിനിവഹം ആകാശത്ത് കാത്തുനിന്നിരുന്ന മഹർഷിമാരെ ശ്രാവയിതും കേൾപ്പിക്കാനായിട്ട് കുലവധൂധർമ്മം ജഗിത കുലവധുക്കളുടെ ധർമ്മത്തെക്കുറിച്ച് ജഗിത ഭംഗിയായിട്ട് പറഞ്ഞു. തേ വചനം ഭഗവാനെ അങ്ങയുടെ വാക്ക് ധർമ്മ്യം ഖലു ധർമ്മത്തിൽ നിന്ന് തെറ്റാത്തതാണല്ലോ, ധാർമ്മികമാണല്ലോ. നിർമ്മലസ്യ കർമ്മ തു നിർമ്മലനായ അങ്ങയുടെ കർമ്മ തു കർമ്മമാകട്ടെ ന വിശ്വാസ്യം അങ്ങയുടെ പ്രവൃത്തിയാകട്ടെ വിശ്വസിപ്പിക്കാൻ തക്കതല്ല. അപ്പോൾ ഇവിടെ ഭഗവാൻ എന്തിനു വേണ്ടിയാണ് എടുത്തടിച്ചതുപോലെ ഗോപികമാരോട് അങ്ങനെ പറഞ്ഞത് എന്ന് മേൽപ്പത്തൂര് ഈ ശ്ലോകത്തിൽ പറയുകയാണ്. ആകാശത്ത് ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്ന ധർമ്മപ്രചാരകന്മാരായ ഋഷിമാര് അവരുകൂടെ കേട്ട് മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ട് ഗഗനഗതം മുനിനിവഹം ശ്രാവയിതും അവരുകൂടെ കേൾക്കട്ടെ, അവരും കൂടെ ഇത് കേട്ട് മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ട് ഭഗവാൻ കുലവധുക്കളുടെ ധർമ്മം പതിവ്രതാധർമ്മം എന്താണെന്ന് ഗോപികമാർക്ക് ഭംഗിയായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തു. ഇത്രയും പറഞ്ഞിട്ട് മേൽപ്പത്തൂര് പറയാണ് തേ വചനം ധർമ്മ്യം ഖലു. ഗുരുവായൂരപ്പ അങ്ങയുടെ വാക്ക് തന്നെയാണ് ധർമ്മത്തിന് പ്രമാണമായിരിക്കുന്നത്. കർമ്മത്തു ന വിശ്വാസ്യം പ്രവൃത്തിയല്ല, അവിടുത്തെ പ്രവൃത്തികളെ മറ്റുള്ളവർക്ക് അനുകരിക്കാൻ സാധിക്കുന്നതല്ല. ഇനി മൂന്നാമത്തെ ശ്ലോകം.
ആകർണ്യത്തെ പ്രദീപാം വാണീം ഏണീദൃശപരം ദീന മാമാ കരുണാ സിന്ധോ പരിത്യജേത്യതിചിരം വിലേബുസ്താഹ. പദമുറിച്ച് പറയാം. ആകർണ്യ തേ പ്രദീപാം വാണീം ഏണീദൃശഃ വാണീം ഏണീദൃശഃ പരം ദീനാഃ മാ കരുണാസിന്ധോ പരിത്യജ ഇതി അതിചിരം പരിത്യജേത്യതിചിരം വിലേബുസ്താഹ. തേ പ്രദീപാം വാണീം ആകർണ്യ. അവിടുന്ന് എതിരു പറയുന്നത് പ്രദീപാം വാണിം എതിരായിട്ട് പറയുന്ന അങ്ങയുടെ വാണിയും ആ വാക്കിന് ആകർണ്യ കേട്ടിട്ട് പരം ദീനാഹ താഹ വളരെയധികം ഏറ്റവും അധികം ദീനാഹ ദുഃഖിതകളായി തീർന്ന താഹ അവർ ആ ഗോപികമാര് ഹേ ഏണീദൃശഃ ദുഃഖിതകളായി തീർന്ന പരം ദീനാഹ താഹ ഏണീദൃശഃ പരം ദീനാഹ ഏണീദൃശഃ താഹ എത്രയും ദുഃഖിതകളായി തീർന്ന സുന്ദരിമാരായ താഹ അഗോപികമാര് ഹേ കരുണാസിന്ധോ അല്ലയോ ദയാവാരിധേ ഗുരുവായൂരപ്പ അവിടുന്ന് മാമാ പരിത്യജ ഇതി ഞങ്ങളെ പരിത്യജിക്കരുതേ തള്ളിക്കളയരുതേ അരുതേ എന്ന് അതിചിരം വിലേബുഹു വളരെ നേരം കരഞ്ഞുകൊണ്ട് പറഞ്ഞു. തേ പ്രദീപാം വാണീമാകർണ്യ പരം ദീനാഹ ഗോപികാഹ. ഗുരുവായൂരപ്പ അവിടുന്ന് എടുത്തടിച്ചതുപോലെ എതിര് പറയുന്നത് കേട്ടിട്ട് എന്ന് പറയുമ്പോൾ രജന്യേഷ ഘോരരൂപ ഘോരസത്വനിഷേവിത പ്രതിയാത വ്രജം നേഹ സ്തേയം സ്ത്രീഭിസ്സു മധ്യമ. ഭാഗവതം. സുന്ദരിമാരെ ഈ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കരുത്, വേഗം മടങ്ങിപ്പോകൂ, ഇത് കാടാണ്, ഈ കാട്ടിൽ ഭയങ്കര സത്വങ്ങളുണ്ട്, സ്ത്രീകളാരും ഈ രാത്രിയിൽ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പാടില്ല. ഇങ്ങനെ 9 ശ്ലോകങ്ങളെ കൊണ്ട് ഭാഗവതത്തിലെ ആകാശചാരികളായ മഹർഷിമാർക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പതിവ്രതാധർമ്മത്തെ ഭഗവാൻ ഗോപികമാരോട് എടുത്തടിച്ചതുപോലെ പറയുന്നു. ഗോപികമാരുടെ അനുരാഗത്തെ ഒന്നുകൂടി വർദ്ധിപ്പിക്കാനാണ് എടുത്തടിച്ചതുപോലെ പറഞ്ഞത്. അപ്പം അങ്ങനെ ഭഗവാൻ എതിര് പറയുന്നത് കേട്ടിട്ട് അത്യന്തം ദുഃഖിച്ച ഗോപികമാരെ ഹേ കരുണാസിന്ധോ മാമാ പരിത്യജ്യ ഇതി അതിചിരം വിലേബുഹു അരുതേ അരുതേ ഞങ്ങളെ ഉപേക്ഷിക്കരുതേ എന്നിങ്ങനെ വളരെ നേരം കണ്ണനോട് കരഞ്ഞ് പറയാണ്. ഇനി 4ാമത്തെ ശ്ലോകം. താസാം രുദിതൈർലഭിതൈ കരുണാകുലമാനസോ മുരാരേ ത്വം താഭിഃ സമം പ്രവൃത്തോ യമുനാ പുളിനേഷു കാമമഭിരന്തും. പദമുറിച്ച് പറയാം. താസാം രുദിതൈഃ ലഭിതൈഃ കരുണാകുലമാനസഃ മുരാരേ ത്വം താഭിഃ സമം പ്രവൃത്തഃ യമുനാ പുളിനേഷു കാമം അഭിരന്തും. കാമമഭിരന്തും. ഹേ മുരാരേ ഗുരുവായൂരപ്പ മുരാരിയായ ഭഗവാനെ ത്വം താസാം രുദിതൈഃ ലഭിതൈഃ അവിടുന്ന് ആ ഗോപികമാരുടെ താസാം അവരുടെ ഗോപികമാരുടെ രുദിതൈഃ ലഭിതൈഃ കരച്ചിലും ആവലാദികളും കൊണ്ട് കരുണ ആകുലമാനസഃ മനസ്സലിഞ്ഞിട്ട് കാരുണ്യം എന്താ പറയുക വഴിഞ്ഞൊഴുകുന്ന മനസ്സോടു കൂടിയിട്ട് താഭിഹി സമം അവരോട് കൂടിയിട്ട് കരുണാകുലമാനസനായിട്ട് ആ ഗോപികമാരോട് കൂടിയിട്ട് യമുനാ പുളിനേഷു കാമം അഭിരന്തും പ്രവൃത്തഃ കാളിന്തിയുടെ ആ മണൽ തട്ടിൽ ഇഷ്ടം പോലെ അഭിരന്തും പ്രവൃത്തഃ ക്രീഡിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ ഗോപികമാരുടെ കരച്ചിലും ആവലാദികളുമൊക്കെ കേട്ട് മനസ്സലിഞ്ഞ ഭഗവാൻ കാളിന്തിയുടെ മണൽ തിട്ടയിൽ രാസക്രീഡ ആരംഭിച്ചു.
താസാം വിക്ലപിതം ശ്രുത്വാ പ്രഹസ്യ ആത്മാരാമഃ അഭി യോഗേശ്വരേശ്വരः ഗോപീഃ സദയം അരിരമത്. ഭാഗവതം. അവരങ്ങനെ വളരെ സങ്കടത്തോടെ പറയുന്നത് കേട്ടപ്പോൾ മന്ദഹസിച്ചുകൊണ്ട് ആത്മാരാമനാണെങ്കിലും യോഗീശ്വരന്മാരുടെയും ഈശ്വരനായ ഭഗവാൻ ഗോപികമാരെയെല്ലാം ഒരേ സമയത്ത് ഒരുപോലെ രമിപ്പിച്ചു. സകല ചരാചരങ്ങളിലും അന്തരാത്മാവായിരിക്കുന്ന ഭഗവാൻ ഗോപികളുടെ ഹൃദയത്തിലും വസിക്കുന്നത് കൊണ്ട് അവരുടെയൊക്കെ മനസ്സ് ഒരുപോലെ ആനന്ദിപ്പിച്ചുകൊണ്ട് രാസക്രീഡ ആരംഭിച്ചു. ഇനി 5-ാമത്തെ ശ്ലോകം. ചന്ദ്രകരസ്യന്തലസത് സുന്ദരയമുനാ തടാന്തവീഥീഷു ഗോപീജനോത്തരീയൈരാബാധിത സംസ്തരോ നിഷീദസ്ത്വം. പദമുറിച്ച് പറയാം. ചന്ദ്രകര സ്യന്ത ലസത് സുന്ദര യമുനാതട അന്തവീഥീഷു. സുന്ദര യമുനാതടാന്തവീഥീഷു ഗോപീജന ഉത്തരീയൈഃ ആബാധിത സംസ്തരഃ. ഗോപീജനോത്തരീയൈരാബാധിത സംസ്തരോ നിഷീദഃ ത്വം. നിഷീദസ്ത്വം. ചന്ദ്രകര ചന്ദ്രൻ്റെ ചന്ദ്രകിരണങ്ങളുടെ സ്യന്ത പ്രവാഹം കൊണ്ട് ഒഴുക്കുകൊണ്ട് ലസത് പരിലസിക്കുന്ന സുന്ദര യമുനാ തടാന്തവീഥീഷു കാളിന്തിയുടെ കരയിലുള്ള ആ മണൽത്തിട്ടയിൽ ഗോപീജന ഉത്തരീയൈഹി ഗോപികമാരുടെ മേൽമുണ്ടുകൊണ്ട് ആബാധിത തയ്യാറാക്കിയ ആ വിരിപ്പിൽ എന്ന് പറയുമ്പോൾ ആ ഇരിപ്പിടം മേൽമുണ്ട് അങ്ങനെ വിരിച്ച് അങ്ങനെ പൊക്കത്തിൽ വിരിച്ച് അങ്ങനെ ഇരിപ്പിടം ഉണ്ടാക്കിയിട്ട് അതിൽ ആ വിരിപ്പിൽ ത്വം നിഷീദ ഭഗവാൻ അവിടെ ഇരുന്നു. ആ ഗോപികമാരുടെ മേൽമുണ്ട് വിരിച്ച് ഉണ്ടാക്കിയ ആ ഇരിപ്പിടത്തിൽ ഭഗവാൻ ഇരുന്നു. അപ്പം അങ്ങനെ ആ ചന്ദ്രകിരണങ്ങളുടെ ഒഴുക്കിനാൽ പരിലസിക്കുന്ന മനോഹരമായ യമുനാ തീരത്തിൻ്റെ കരയിലുള്ള മണൽത്തിട്ടയിൽ ഗോപീജന ഉത്തരീയൈഹി ആബാധിത സംസ്തരഃ ഗോപികമാരുടെ മേൽമുണ്ടുകൾ വിരിച്ചുണ്ടാക്കിയ ഇരിപ്പിടത്തിൽ ഭഗവാൻ ഇരുന്നു. ഇനി 6-ാമത്തെ ശ്ലോകം. സുമധുര നിർമാലപനൈ കരസംഗ്രഹണൈശ്ച ചുംബനോല്ലാസൈ ഗാഢാലിംഗനസംഗൈസ്ത്വം അംഗനാലോകം ആകുലീചകൃഷേ. പദമുറിച്ച് പറയാം. സുമധുര നർമ്മ ആലപനൈഹി സുമധുര നർമാലപനൈഹി കരസംഗ്രഹണൈഹി ച കരസംഗ്രഹണൈശ്ച ചുംബന ഉല്ലാസൈഹി ചുംബനോല്ലാസൈഹി ഗാഢ ആലിംഗന സംഗൈഹി ത്വം അംഗനാലോകം ആകുലീചകൃഷേ. ഗാഢാലിംഗന സംഗൈസ്ത്വമംഗനാലോകമാകുലീചകൃഷേ. സുമധുര നർമ്മ ആലപനൈഹി കർണാനന്ദകരമായ കളിവാക്കുകൾ കൊണ്ടും അതുപോലെ കരസംഗ്രഹണൈഹി കൈകൾ കോർത്തുപിടിച്ചും ചുംബന ഉല്ലാസൈഹി ചുംബനങ്ങളെ കൊണ്ടും മാധുര്യമാർന്ന ചുംബനങ്ങളെ കൊണ്ടും ഗാഢ ആലിംഗന സംഗൈഹി മുറുകെ കെട്ടിപ്പുണർന്നപ്പോഴുണ്ടാകുന്ന ആ അംഗസംഗം കൊണ്ടും ത്വം അംഗനാലോകം ഭഗവാനെ അവിടുന്ന് ആ ഗോപാംഗനമാരെ മുഴുവനും ആകുലീചകൃഷേ ആനന്ദ തരളിതകളാക്കി. പിന്നീട് കർണാനന്ദകരമായ കളിവാക്കുകൾ കൊണ്ടും കൈകൾ കോർത്തുപിടിച്ചുകൊണ്ടും മാധുര്യമേറിയ ചുംബനങ്ങൾ കൊണ്ടും
ഗാഠ ആലിംഗനം കൊണ്ടുണ്ടായ അംഗസംഗം കൊണ്ടും ഗുരുവായൂരപ്പ അവിടുന്ന് അങ്കനാലോകം ആകുലീചകൃഷേ ഗോപാംഗനമാരുടെ മനസ്സിനെ ആനന്ദ തരളിതമാക്കി. ഇനി 7ാമത്തെ ശ്ലോകം. വാസോഹരണദിനേ യത് വാസോഹരണം പ്രതിശ്രുതം താസാം തദപി വിഭോ രസവിവശസ്വാന്താനാം കാന്ത സുബ്രുവാമദധാഹ. പദം മുറിച്ച് പറയാം. വാസോഹരണ ദിനേ യത് വാസോഹരണം പ്രതിശ്രുതം താസാം തദപി വിഭോ രസവിവശ സ്വാന്താനാം കാന്ത സുബ്രുവാം അദധാഹ. ഹേ വിഭോ ഗുരുവായൂരപ്പ, രസവിവശ സ്വാന്താനാം സുബ്രുവാം കാന്ത, രസപരവശരായ മനസ്സുള്ളവരായ സ്വാന്താനാം ആ സുന്ദരിമാർക്ക് കാന്തനുമായ ഭഗവാനെ ത്വയ അങ്ങയാൽ വാസോഹരണദിനെ വസ്ത്രാപഹാരം നടന്ന ആ ദിവസം താസാം അവർക്ക് യത് വാസോഹരണം പ്രതിശ്രുതം യാതൊരു വാസോഹരണത്തെ വസ്ത്രാക്ഷേപത്തെ പ്രതിജ്ഞ ചെയ്യപ്പെട്ടിരുന്നുവോ തദപി അദധാഹ അതും ഇപ്പോൾ അവർക്ക് അനുഭവമാക്കി കൊടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വാസോഹരണം എന്ന് പറയുമ്പോൾ ഇവിടെ വസ്ത്രാക്ഷേപം എന്നും വസ്ത്ര അപഹരണം എന്നും അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ മേൽപ്പത്തൂർ പറയാണ്, ഗുരുവായൂരപ്പ പരമാനന്ദ രസം കൊണ്ട് പരവശരായ ആ ഗോപസുന്ദരിമാർക്ക് കാന്തനായ അവിടുന്ന് കാത്യായനി വ്രതത്തിൻ്റെ അവസാനത്തിൽ വസ്ത്രം അപഹരിച്ച സമയത്ത് അത് തിരിച്ചു കൊടുത്തുകൊണ്ട് ഒരു ദിവസം അത് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ദിവസം വസ്ത്രാക്ഷേപവും നടത്തിക്കൊള്ളാം എന്ന്. അങ്ങനെ ഒരു പ്രതിജ്ഞയും ചെയ്തിരുന്നുവല്ലോ. മേൽപ്പത്തൂർ ചോദിക്കുകയാണ്. അപ്പോൾ ആ പ്രതിജ്ഞ ഇവിടെ അവിടുന്ന് നിറവേറ്റപ്പെടുകയാണല്ലേ. അപ്പം ഇതെല്ലാം മേൽപ്പത്തൂരിൻ്റെ സ്വന്തം ഭാവനയാണ്. ഇനി 8ാമത്തെ ശ്ലോകം. കന്ദളിത കർമ്മലേശം കുന്ദമൃദുസ്മേരവക്ത്രപാദോജം നന്ദസുത ത്വാം ത്രിജഗസുന്ദരം ഉപഗുഹ്യ നന്ദിതാ ബാലാഹ. പദമുറിച്ച് പറയാം. കന്ദളിത കർമ്മലേശം കുന്ദമൃദുസ്മേര വക്ത്രപാദോജം നന്ദസുത ത്വാം ത്രിജഗത് സുന്ദരം ഉപഗുഹ്യ നന്ദിത ബാലാഹ. ഹേ നന്ദസുത, നന്ദഗോപപുത്രനായ ഭഗവാനെ, കന്ദളിത കർമ്മലേശം, കന്ദളിത വിയർപ്പ് പൊടിഞ്ഞവനും, കന്ദളിത കർമ്മലേശം കുന്ദ മൃദുസ്മേര വക്ത്രപാദോജം, കുന്തം മുല്ലപ്പൂ പോലെ മൃദുസ്മേര മൃദുലമായ പുഞ്ചിരിയോടുകൂടിയ ആ മുഖകമലം, വക്ത്രപാദോജം ആ മുഖകമലത്തോടു കൂടിയവനും, ത്രിജഗസുന്ദരം ത്വാം ത്രൈലോക്യസുന്ദരനുമായ ത്വാം അങ്ങയെ ഉപഗുഹ്യ ആലിംഗനം ചെയ്തിട്ട് ബാലാഹ നന്ദിതാഹ ആ ഗോപികൾ, മുക്തകളായ സന്തോഷിച്ച ആ ഗോപികൾ ആനന്ദം അനുഭവിച്ചു. നന്ദിതാഹ ആനന്ദം അനുഭവിച്ചു. കന്ദളിത കർമ്മലേശ എന്ന് പറയുമ്പോൾ കന്ദളിതമായ കർമ്മലേശത്തോടു കൂടിയവനും വിയർപ്പ് പൊടിയുന്നവനും, കുന്ദ മൃദുസ്മേര വക്ത്രപാദോജം മുഖമാകുന്ന താമരയിൽ
വിരിഞ്ഞ മുല്ലമൊട്ടുകൾ പോലെ മൃദുമന്ദഹാസത്തോടു കൂടിയ എന്ന് പറയുമ്പോൾ മുല്ലപ്പൂ പോലെ മൃദുലമായ പുഞ്ചിരി തൂകുന്ന തിരുമുഖത്തോടു കൂടിയവനും അതുപോലെ തന്നെ ത്രൈലോക്യസുന്ദരനുമായ ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങയെ ആലിംഗനം ചെയ്തിട്ട് ആ ഗോപികമാര് പരമാനന്ദം അനുഭവിച്ചു. അടുത്തത് 9ാമത്തെ ശ്ലോകം. വിരഹേഷ്വങ്കാരമയ ശൃംഗാരമയശ്ച സംഗമേ ഹി ത്വം നിതരാമങ്കാരമയസ്തത്ര പുനഃസംഗമേഭി ചിത്രമിതം. പദം മുറിച്ച് പറയാം. വിരഹേഷു അങ്കാരമയഃ ശൃംഗാരമയഃ ച ശൃംഗാരമയശ്ച സംഗമേ ഹി ത്വം നിതരാം അങ്കാരമയഃ തത്ര നിതരാമങ്കാരമയസ്തത്ര പുനഃ സംഗമേ അഭി പുനഃസംഗമേഭി ചിത്രമിതം. ത്വം വിരഹേഷു അങ്കാരമയഃ. ഭഗവാനെ അവിടുന്ന് വിരഹങ്ങളിൽ വിരഹസമയത്ത് അങ്കാരമയഃ എന്ന് പറയുമ്പോൾ അങ്കാരമയനും തീക്കട്ടയും അതുപോലെ സംഗമേ സമാഗമങ്ങളിൽ സംഗമിക്കുന്ന ഒരുമിച്ച് കൂടിച്ചേരുന്ന സമയത്ത് ശൃംഗാരമയഃ ചഹി ശൃംഗാരമയനും ആണെന്ന് പ്രസിദ്ധമാണല്ലോ. അങ്ങനെയാണല്ലോ. തത്ര ഇവിടെ സംഗമേ അഭി ഗോപികളുമായുണ്ടായ ആ സംഗമത്തിലും പുനഃ നിതരാം അങ്കാരമയ വീണ്ടും എന്താ പറയുക ഏറ്റവും അങ്കാരമയനായിട്ട് അതുപോലെ തന്നെ അംഗ അരമയ രമിപ്പിക്കുന്നവനായിട്ട് ഇതം ചിത്രം ഇത് വിചിത്രം തന്നെ എന്ന് പറഞ്ഞാൽ മൽപ്പത്തൂര് പറയാണ് ഭഗവാനെ അവിടുന്ന് വിരഹങ്ങളിലെ അങ്കാരമയനും സമാഗമത്തിലെ ശൃംഗാരമയനും ആണല്ലോ. എന്നാൽ ഗോപികമാരുമായുള്ള ഈ സംഗമത്തിൽ ഭഗവാൻ അങ്കാരമയനായി തീക്കട്ടയായി എന്ന് ഒരർത്ഥം. അങ്കാരമയ അംഗരമയ അങ്ങ് രമിപ്പിക്കുന്നവനായി എന്ന് വേറൊരർത്ഥം. രണ്ടർത്ഥമാണ്. അപ്പം ഇത് വളരെ വിചിത്രമായിരിക്കുന്നു. ഭഗവാനോട് വേറിട്ട് നിൽക്കുന്ന മനസ്സ് തീക്കട്ട പോലെ തപിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാനോട് ചേർന്ന് നിൽക്കുമ്പോൾ മനസ്താപമെല്ലാം പോയി മനസ്സ് ശാന്തമാകുന്നു. അപ്പോൾ ഗോപികമാരുമായുള്ള ഈ സംഗമത്തിൽ ഭഗവാൻ നല്ലതുപോലെ രമിപ്പിച്ചു. രമയ ഇവിടെ സംഗമത്തിലും അങ്കാരമയനായി വിരഹതാപമുണ്ടായി എന്ന് പറയുമ്പോൾ സംഗമത്തിൽ കേട്ടിട്ടുള്ളത് എന്താണ്? സംഗമത്തിൽ ശൃംഗാരമയനും അതുപോലെ വിരഹത്തിലെ അങ്കാരമയനും എന്നാണ് കേൾക്കുന്നത്. ഇവിടെ സംഗമത്തിലും അങ്കാരമയനായി എന്ന് പറയുമ്പോൾ വിരഹതാപമുണ്ടായി. അങ്ങനെ പറയുമ്പോൾ വരാൻ പോകുന്ന വിരഹത്തിൻ്റെ സൂചന അവരുടെ മനസ്സിൽ നേരത്തെ തന്നെ പ്രതിഫലിച്ചതുമാകാം. ഇനി 10ാമത്തെ ശ്ലോകം. രാധാതുംഗപയോധര സാധുപരീരംഭലോലുപാത്മാനം ആരാധയേ ഭവന്തം പവനപുരാധീശ ശമയ സകലഗതാൻ. പദം മുറിച്ച് പറയാം. രാധാതുംഗ പയോധര സാധു പരീരംഭ ലോലുപ ആത്മാനം. രാധാതുംഗപയോധര സാധുപരീരംഭ ലോലുപാത്മാനം ആരാധയേ ഭവന്തം പവനപുരാധീശ ശമയ സകല ഗതാൻ. ഹേ പവനപുരാധീശ ഗുരുവായൂരപ്പ, രാധാതുംഗ പയോധര സാധു രാധാദേവിയുടെ തുങ്ക ഉയർന്ന പയോധര സ്തനങ്ങളെ സാധുപരിരംഭ കെട്ടിപ്പുണരുന്നതിൽ ലോലുപ ആത്മാനം മനസ്സ് മുഴുകിയിരിക്കുന്ന ഭവന്തം അങ്ങയെ ആരാധയെ ഞാൻ ആരാധിക്കുന്നു.
മേ സകലഗതാൻ ശമയ, എൻ്റെ എല്ലാവിധ രോഗങ്ങളെയും ശമിപ്പിക്കണേ. ഈ ശ്ലോകം മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥനയാണ്. ഗുരുവായൂരപ്പ, രാധാദേവിയുടെ ഉയർന്ന സ്ഥലങ്ങളെ കെട്ടിപ്പുണരുന്നതിൽ മനസ്സ് മുഴുകിയിരിക്കുന്ന എന്ന് പറയുമ്പോൾ ഉത്തമ ഭക്തന്മാരുടെ ഹൃദയത്തോട് ചേർന്ന് സദാസമയവും വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഗുരുവായൂരപ്പ, എൻ്റെ എല്ലാവിധ രോഗങ്ങളെയും ശമിപ്പിക്കണേ എന്ന കവിയുടെ പ്രാർത്ഥനയോടെ 66-ാമത്തെ ദശകം സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.